नमस्कार गाइस, वेलकम टू योर यूट्यूब चैनल. हमारे यूट्यूब चैनल में आपका स्वागत है. ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഹിന്ദിയിൽ പറയിപ്പിച്ച് നോക്കിയാണ്. ഷാൻ ഭായ്, അപ്പം നമ്മളെവിടെ ഉള്ളത്? കൊണാർക്കിലെ സൺ ടെമ്പിൾ കാണാനാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും പുരിയിൽ വരിക അല്ലെങ്കിൽ ഒഡീഷയിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഐക്കോണിക് ആയിട്ട് കാണുന്നതാണ് ഈ സൺ ടെമ്പിൾ. അപ്പോൾ അതിന് കുറേ ഡീറ്റെയിൽസും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ സൂര്യൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ച് സൺഡേയിൽ വെച്ചിട്ട് ടൈം നോക്കാനും ഒരുപാട് സിംബോളിക്കൽ ആർക്കിടെക്ചർ വർക്കിൻ്റെയും ഒരു മഹത്തായൊരു കലാസൃഷ്ടി തന്നെയാണ് ഈ അമ്പലം. 10,000-കണക്കിന് ആൾക്കാരെ വെച്ച് പണിയിപ്പിച്ചെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഐതിഹ്യം അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ സത്യത നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ എങ്ങനെയാണ് ഹിസ്റ്ററി പറയുന്നത്? ഹിസ്റ്ററി ഉള്ളെന്ന് പറയാം. നമ്മൾ ഇവിടെ എങ്ങനെ എത്തുന്നത് പറഞ്ഞു. ആക്ച്വലി നമുക്ക് ഇപ്പം നിങ്ങൾ നേരിട്ട് ഭുവനേശ്വറാണല്ലോ മെയിൻ ഹബ്ബ്. ഭുവനേശ്വറിന് പുരിയിൽ പോവാതെ തന്നെ ഡയറക്റ്റ് കൊണാർക്കിലോട്ട് വരാം. അല്ലെങ്കിൽ പുരി പോയിട്ട് ഒരു 30 കിലോമീറ്ററാണ് ഇവിടത്തേക്ക് കൊണാർക്ക് മറൈൻ ഡ്രൈവ് റോഡ്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരി ലൈഫിനേക്കാളും കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണാർക്കിലെ ബീച്ചുകളും ഇവിടുത്തെ ഒരു സ്റ്റൈലും സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ബീച്ച് ലൈഫൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പുരിക്ക് പകരം കൊണാർക്ക് ചൂസ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ ആയിരിക്കുക. പിന്നെ ക്യാമ്പിംഗ് ഒക്കെ അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബീച്ചുകളിൽ ടെൻറ്റൊക്കെ വെച്ച് അടിപൊളിയായി താമസിക്കുക. പിന്നെ ഇവിടെ ഇപ്പം ഞങ്ങൾ താമസിച്ച അങ്ങോട്ട് കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. വളരെ ചീപ്പാണ്. സർവീസിങ്. അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കോൺടാക്ട് നമ്പറും തരുന്നുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ആ റൂം കൂടി കാണിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ എൻട്രി ഇങ്ങനെ കേട്ടോ. ഇതാ ഇവിടുന്ന് ഇങ്ങനെ ആ പിന്നെ ടിക്കറ്റ് എടുക്കണം. അപ്പം ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മളെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്. പുള്ളിക്കാരി നമ്മളൊരു കമ്പനിക്കാരി വിത്ത് ഗൈഡ്. ഓക്കെ, അവർ ഈ എക്കോ റിട്രീറ്റ് ടൂറിസം ഈ ബൂസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ അപ്പം ഇവിടെ വരുമ്പോൾ തന്നെ ഗൈഡ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ എക്കോ റിട്രീറ്റിന്റെ ഭാഗമായിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ പുള്ളിക്കാരി ഒന്ന് പരിചയപ്പെടുത്തി തരാം. Can you share her name? റിയ. ഓക്കെ, അപ്പം റിയ ആണ് നമ്മൾ കൂടെ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പം ഇനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എത്ര രൂപയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. ഇതാ നമ്മൾ ഓൾറെഡി ബുക്ക്. ഓക്കെ, അപ്പം നമ്മളെ ടിക്കറ്റൊക്കെ ഇവിടെ ബുക്ക് ചെയ്ത് കേട്ടോ. അപ്പം മാസ്ക് ഇടാതെ ഉള്ളോട്ട് കയറാൻ പറ്റില്ല. ഇതാട്ടോ ടെമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ രണ്ട് സൈഡും ഫുള്ള് കച്ചവടക്കാരാണ്. തെരുവോര കച്ചവടം. അതെ, അമ്പലം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പുള്ളി ചിത്രം വരയ്ക്കുന്ന ഒരു അതന്നെ ദുൽഖറും നമ്മളെ ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത്. എത്ര രൂപ ടിക്കറ്റ്? 35 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. ഉള്ളോട്ട് കയറാനുള്ള ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത്. അപ്പം ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പം ചുറ്റും കച്ചവടക്കാരാണ്. നല്ല വൃത്തിയുണ്ട് കേട്ടോ അല്ലേ? വൃത്തിയിൽ കൊണ്ടെടുക്കുന്നില്ലേ? കച്ചവടക്കാർ മെയിനായിട്ട് വിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട്. പിന്നെ സ്ഥിരം നമ്മൾ അമ്പലങ്ങളൊക്കെ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ എല്ലാത്തരം. പക്ഷേ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുറച്ചുകൂടി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെയും കൂടുതൽ കാണുന്നത്. എന്തോ ഒരു സിമിലാരിറ്റീസ് ഉണ്ട് കൂടുതലായിട്ട് ഇവിടുത്തെ സാധനങ്ങൾക്ക്. പിന്നെ കുറേ ശില്പങ്ങളും ബാഗുകളൊക്കെ ആയിട്ട് എന്തൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട്. പിന്നെ കൂളിംഗ് ഗ്ലാസ് രണ്ടുപേരും ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, വ്യൂ നോക്കി നിങ്ങള്. ഗോപ്രോയിൽ കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല. സംഗതി പൊളിയാണ്. ഞങ്ങൾ ഈവനിങ് സൺസെറ്റോട് അടുപ്പിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളോട്ട് കയറുന്നത് കേട്ടോ. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്ക് കേട്ടോ. പിന്നെ വീക്കെൻഡ് ആണ്, എല്ലാവർക്കും അറിയാലോ. ന്യൂ ഇയറിനോട് അടുപ്പിക്കുകയാണ്. ഇപ്പം ഇന്ന് 27-ാം തീയതി അല്ലേ? ഈ വീഡിയോ എന്നാ വരികയെന്നറിയില്ല, അതിൽ വരും. ഓക്കെ, ഉള്ളിൽ കയറി കേട്ടോ. കയറുമ്പോൾ തന്നെ ഞാൻ ഇനിയുള്ള വീഡിയോസിൻ്റെ കാര്യങ്ങൾ ഷാമിലാണ് നോക്കുക. കാരണം ഷാമിലിനാണ് ഇതിനെക്കുറിച്ച് അറിയാം. ഓൻ ഒരു ജിയോളജിസ്റ്റാണ്. ഓക്കെ, അപ്പം ഷാമിലായിരിക്കും ഇനി കൂടുതൽ കാര്യം നിങ്ങൾ പറയാം. ഒരു ഗൈഡും ഉണ്ട്. ഓക്കെ, എൻട്രി. അപ്പോൾ ഷാമിൽ ടേക്ക് ദിസ്. അപ്പോൾ ഹായ് ഗൈസ്, ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ എൻട്രിയിൽ തന്നെ 2 സ്തൂപങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്ന് വന്ന് തന്നെ കറക്റ്റ് ശ്രദ്ധിച്ചാൽ കാണാം. നമ്മൾ നേരെ കാണുന്ന ഒരു എന്താണ് ഇതൊരു സത്യം പറഞ്ഞാൽ സിംഹത്തിൻ്റെ രൂപമാണ്.
അതിന് തൊട്ട് താഴെ ഒരു ആന, അതിന് തൊട്ട് താഴെ ഒരു മനുഷ്യൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഉള്ളത്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കറക്റ്റായിട്ടൊരു ഐഡിയ വെച്ചാണ് ഉണ്ടാക്കിയില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രധാനം, എന്താണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുക എന്ന രീതിയിലാണ് ഇവർ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സിംഹം അധികാരത്തെ കുറിക്കുന്നു, ആന സമ്പത്തിനെ കുറിക്കുന്നു. ഇത് രണ്ടും അധികം ആയിക്കഴിഞ്ഞാൽ മനുഷ്യൻ അതിൻ്റെ അടിയിൽപ്പെട്ട് ചത്തുപോകും എന്ന രീതിയിലുള്ള ഭയങ്കര പോയറ്റിക്കായിട്ട് സൂപ്പറായിട്ട് ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം ഈ ഒരു അമ്പലം മൊത്തം ഒന്ന് ചുറ്റി നടന്നിട്ട് ഇവിടുത്തെ ഓരോ ആർക്കിടെക്ചർ സ്റ്റൈലിനെയും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ 13-ാം നൂറ്റാണ്ടിൽ ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റിയുടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരസിംഹദേവ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു 13-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു അമ്പലം പണിത് തീർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ നമ്മൾ ഓരോ സ്റ്റൈലിൽ ഓരോ ആർക്കിടെക്ചർ സ്റ്റൈലാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈൽ വേറെയാണ്, ഇവിടുത്തെ ആർക്കിടെക്ചർ സ്റ്റൈൽ വേറെയാണ്. ഇവിടുത്തെ ആർക്കിടെക്ചർ സ്റ്റൈൽ നമ്മൾ കലിംഗ ആർക്കിടെക്ചർ എന്നാണ് പറയാം. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് ഓരോന്ന് അവരിങ്ങനെ കുത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു ആർക്കിടെക്ചർ വർക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഇതൊരു ഇന്ത്യയിലുള്ള ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ്. അതിൻ്റെ രീതിയിലുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇവരിപ്പോൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കുറച്ച് ജിയോളജിയാണ് എങ്കിലും പറയാം. ഇവർ കൊത്തിയെടുത്ത് വെച്ചുള്ള കോണ്ടലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ കോസ്റ്റിൽ മാത്രം കാണപ്പെടുന്നൊരു റോക്ക് ടൈപ്പിലാണ്. ചുമ്മാ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു അമ്പലത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കുറച്ചൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് തൊട്ട് 15-ാം നൂറ്റാണ്ട് വരെ ഈ അമ്പലം അത്ര നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഒരുപാട് കാലത്തെ സൈക്ലോൺ അഫക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ഭാഗങ്ങളൊക്കെ ഇവർ മെയിൻ്റെനൻസിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇപ്പം വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്കതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറിയൊന്നും കാണാനൊന്നും പറ്റില്ല. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റും. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അമ്പലം ഒരു രഥം 7 കുതിരകൾ വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അവർ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് സൂര്യഭഗവാന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഈ അമ്പലത്തിനെ കുറിച്ച് പറയാനുണ്ട്. അത് ഓരോന്നായിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഈ കാണുന്ന പോലെ 12 പെയർ വീൽസാണ്. അതായത് ടോട്ടൽ 24 ചക്രങ്ങളാണ് ഇതിന് ചുറ്റുള്ളത്. അപ്പം ഈ 12 എന്തിനാ കുറിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളാണ്. ഒരു വർഷത്തിലെ 12 മാസങ്ങളാണ് ഇവരിതിൽ കുറിക്കുന്നതെന്നാണ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിൽ ഞാൻ വായിച്ചത്. അപ്പോൾ ഈ 12 പെയറിൽ അങ്ങനെ 24 ചക്രങ്ങളിൽ 7 കുതിരകൾ ചേർന്ന് വലിക്കുന്ന രീതിയിലാണ് ഈ ഒരു അമ്പലം പണിതിരിക്കുന്നത്. മൊത്തത്തിലൊരു രഥത്തിൻ്റെ സ്റ്റൈലിലാണ് ഇത് പണിതിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതേപോലത്തെ വീൽസും പിന്നെ ഈ കുതിരകളൊക്കെ വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വീലാണ് കാണിക്കുന്നത്. ഈ വീലിൽ കറക്റ്റ് 8 സ്പോക്സാണുള്ളത്. ഇപ്പോൾ ഈ 8 സ്പോക്സിൻ്റെ ഇടയിലും ഈ ഒരു പ്രഹാർ എന്നൊരു ടൈം പീരീഡ് ഉണ്ട്. 3 മണിക്കൂറിനാണ് പ്രഹാർ എന്ന് പറയുന്നത്. അപ്പം ഈ 8x3 24 മണിക്കൂറാണ് ഈ ഒരൊറ്റൊരു വീൽ. ഇതൊരു സൺഡേലായിട്ടാണ് കാണിക്കുന്നത്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നിഴൽ വെച്ചിട്ട് ഇവർ കറക്റ്റ് ടൈം പറയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടായി, ഏതാണ്ട് ടൈമൊക്കെ ഡൗൺ ആക്കി. അപ്പം നല്ല രീതിയിൽ നമുക്ക് എന്തായാലും ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം അല്ല ഹിസ്റ്ററി എന്ന രീതിയിൽ ഇവർ നമ്മളോട് പറയുന്നത്. പണ്ട് യൂറോപ്യൻ സെയിലേഴ്സൊക്കെ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ ഈ യൂറോപ്യൻ സെയിലേഴ്സ് ഈ അമ്പലത്തിന് ഇട്ട പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് പഗോഡ എന്നാണ്. ഇതോടെ പുരി തന്നെ ഇതേ ഏതാണ്ട് ഈ കലിംഗ ആർക്കിടെക്ചറിൽ തന്നെ ഇതേ സെയിം പീരീഡിൽ തന്നെ ഉണ്ടാക്കിയതാണ് പൂരി ജഗന്നാഥ് ടെമ്പിൾ. ആ ഒരു അമ്പലത്തിന് വൈറ്റ് പഗോഡ എന്നുമാണ് അറിയപ്പെടാറ്. അപ്പം ഇവർ ആ ഒരു യൂറോപ്യൻ സെയിലേഴ്സാണ് മെയിൻലി ഇവർ ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ജസ്റ്റ് ഒരു രഥം വലിച്ച് ഒരു രഥം ഒരു 7 കുതിരകൾ ചേർന്ന് വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ ഒരു വലിയൊരു ജൈജാൻറ്റിക് സ്ട്രക്ചറാണ് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 7 കുതിരകൾ ഒരു ആഴ്ചയിലെ ദിവസമാണ് കുറിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം, കാലം എല്ലാത്തിനെയും കുറിക്കാൻ വേണ്ടി അന്ന് കലിംഗ ആർക്കിടെക്ചർ സ്റ്റൈലിൽ ബിൽഡ് ചെയ്തിട്ടുള്ളതാണിത്. ഇതിൻ്റെ തുടക്കത്തിലെ എൻട്രൻസ് തന്നെ ഞാൻ പറഞ്ഞു, മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിക്കുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അധികാരം, 2 പറയുന്ന സമ്പത്താണ്. അപ്പോൾ അതിനൊക്കെ കുറിക്കുന്ന രീതിയിൽ അതാണ് ഒരു മനുഷ്യനെ ഏറ്റവും നശിപ്പിക്കുന്ന രീതിയിലും. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ചുറ്റുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ശരീരത്തിന് ചുറ്റുള്ള ഈ വീല്, ഈ 12 വീലാണ് ഇതിന് ചുറ്റും കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഓരോരോ സ്ഥലത്തും ഇങ്ങനെ കറക്റ്റ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് സമയം അങ്ങനെ എന്താ പറയുക, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ആ ഒരു ടൈമിൽ തന്നെ ഇവരിങ്ങനെ
ഈ ഒരു കൈ കൊണ്ട് കൊത്തി ഇത്രത്തോളം അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അത്ഭുതം തന്നെയാണ്. ഒരുപാട് തവണ നമ്മളെന്താ പറയുക യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ അതേപോലെ തന്നെ ലോകാത്ഭുതങ്ങളുടെ ലിസ്റ്റിൽ വരെ ഓരോ തവണ എന്താണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു സ്ട്രക്ചറാണിത്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഇവർ ഓരോ സ്റ്റൈലും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ വീലിൻ്റെയും ഓരോന്നിൻ്റെ ഓരോ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഒരുപാട് കാലങ്ങൾ സഞ്ചരിച്ച് ഉള്ള ചരിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കൊണാർക്ക് ഈ സൺ ടെമ്പിൾ പണിയുന്നതിന് മുന്നേ ഈ 11ഉം 12ഉം നൂറ്റാണ്ടിൽ പണിത 2 അമ്പലങ്ങളാണ്. ഇതിന് ശേഷമാണ് ഈ ഒരു കൊണാർക്ക് ഈ അമ്പലം പണിത്. പക്ഷേ ഇവിടുത്തെ ഒരു ഗൈഡ് ഇപ്പം എന്നോട് പറയുണ്ടായി ഈ ഒരു അമ്പലം നശിച്ചു പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തുപരമായിട്ട് ഇത് ഒരു നിർമ്മിച്ചതിൽ എന്തോ തെറ്റുണ്ട്, അതുകൊണ്ടാണ് ഈ അമ്പലം ഇങ്ങനെ നശിച്ചു പോയത്. പക്ഷെ അതല്ലാതെ ആർക്കിയോളജിസ്റ്റിൻ്റെയൊക്കെ സ്റ്റഡീസ് അനുസരിച്ചിട്ടൊക്കെ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ടാണ് ഈ അമ്പലത്തിന് കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. പിന്നെ 15-ാം നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ മുഗളുടെ ഇൻവേഷൻ കൊണ്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് ഒന്നും അധികം സംഭവിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ സൈക്ലോൺ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര ഒറ്റപ്പെട്ട സ്ഥലമായി മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു അമ്പലത്തിന് കുറേയൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഈ ഒരു രീതിയിൽ തന്നെ ഈ അമ്പലം കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക അത്രയും ഒരു ജൈജാൻറ്റിക് സ്ട്രക്ചർ അത്രയും അടിപൊളിയായിട്ട് അവർ ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ തന്നെ ഭയങ്കര പാടാവും. ഒരു മെഷീൻ കട്ടിങ്ങോ ഒന്നും ഇല്ലാണ്ട് ഇവരെങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് ഒരു അമ്പലം പണിത് തീർത്തതെന്ന്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ച് പോകണം എന്തായിരിക്കും ഈ ഒരു അമ്പലത്തിൻ്റെ ഒറിജിനൽ ലുക്ക്, അല്ലെങ്കിൽ ഇത് ഒറിജിനൽ പണിതപ്പോൾ ഇത് എത്രത്തോളം മനോഹരമായിട്ടായിരിക്കും ഇവർ നിർമ്മിച്ചിട്ടുണ്ടാവുകയെന്ന്. ഇത് ഈ ഒരു അമ്പലത്തിൻ്റെ ഏറ്റവും ടോപ്പ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാറിയാം. ഇവിടുന്ന് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു അയൺ ബാറിൽ ഒരു സ്തൂപം വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു സ്തൂപം വെച്ച് ശരിയാവാതെ അത് താഴോട്ട് വീഴുകയും ഒരുപാട് ആൾക്കാർ എന്താ പറയുക അത് പിടിച്ചു നിന്ന ഒരാൾ അതിൽ നിന്ന് താഴോട്ട് ചാടി രക്ഷപ്പെടുകയും ഒരുപാട് പണിക്കാർ അയാൾ അത് മാറ്റി അതിൽ നിന്ന് ചാടുന്നവരെ രക്ഷപ്പെടുത്തി എന്നൊക്കെ ഒരുപാട് ചരിത്രമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരു ചന്ദ്രഭാഗ ബീച്ചിനെ തൊട്ടടുത്താണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പണ്ട് ഒരു 13ാം സെഞ്ച്വറിയിൽ ഇതിനടുത്തൂടെ ഒരു പുഴ ഒഴിക്കേണ്ടത്, അതിനും ചന്ദ്രഭാഗ പുഴ തന്നെയാണ് പേര് കൊടുത്തിരുന്നത്. ആ ചന്ദ്രഭാഗ നദിയുടെ തീരത്താണ് ഇത് പണിതത്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ആ നദി റിട്രീറ്റ് ചെയ്ത് പോയി ഇല്ലാതാവുകയും ചെയ്തപ്പോഴാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് ഏരിയയിൽ ഒരു ടൗൺ സെൻറ്ററിൽ പോലത്തെ സ്ഥലത്ത് വന്നത്. ഇതിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എന്താ പറയുക നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടും ആർക്കിയോളജിക്കലായിട്ടും ജിയോളജിക്കലായിട്ടും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ്. എല്ലാത്തിലുപരി ഏതൊരാളും ഇപ്പം എന്താ പറയുക ഈ ഒരു ആർക്കിടെക്ചറിനെ അത്രത്തോളം ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും വന്നാലും അയാളെ ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു എന്താ പറയുക അമ്പലം പണിത് വെച്ചിട്ടുള്ളത്. കണ്ട ആരായാലും ഇഷ്ടപ്പെട്ടു. കാരണം അത്രത്തോളം അടിപൊളിയായിട്ടാണ് ഇവരിത് പണിത് വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് ഞാൻ ഇത് വായിച്ചറിഞ്ഞ കുറേ അറിവുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഡയൽ 12 ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതിന് ചുറ്റും നടന്ന് എണ്ണി നോക്കിയായിരുന്നു. ഒരു രസം, എന്നാലും കൊള്ളാം. സത്യമാണ് 12 തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം കുറേ സ്ഥലത്തേക്ക് നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോ ഭാഗങ്ങളെ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി കുറേയൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ്. കുറേ സ്ഥലത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സ്റ്റൈലാണുള്ളത്. ഇത് നിങ്ങൾക്ക് കറക്റ്റ് കാണാം. ഈ ഒരു കല്ലിൽ നിന്ന് ഇങ്ങനെ കൊത്തിയെടുത്ത ഓരോ സ്റ്റൈലുകളും. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഭംഗി മാത്രം ആസ്വദിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര അടിപൊളിയായിരിക്കും. ഒരുപാട് ചരിത്രങ്ങൾ നടന്നു തീർത്ത വഴികളാണ് നമ്മൾ പിന്നെ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സൂപ്പറായി തോന്നുന്നുണ്ട്. സൂപ്പറാണ്. എന്താ ഞാൻ ഇങ്ങോട്ട് കയറിയപ്പം സെക്യൂരിറ്റി എന്നോട് ചൂടാവുകയുണ്ടായി. അതോടെ ഞാൻ തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ട് തന്നെ സംഭവങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറ്റുവാണെങ്കിൽ വന്ന് കാണണം. കാരണം ഒറീസയിൽ വന്നിട്ട് സൺ ടെമ്പിൾ കാണാതെ ഒരിക്കലും പോകരുത്. കാരണം അത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ഒരു നിർമ്മിതി ആയിട്ട് തന്നെ നമ്മളിത് കാണണം. പിന്നെ യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററുകളിൽ ഒന്നാണ്. അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ മെയിൻ്റനൻസ് ഈ ഒരു ഭാഗത്ത് കാണാനുണ്ട്. ഇന്നിവിടെ പതിയിലും കൂടുതൽ ഭയങ്കര തിരക്കുണ്ട് തോന്നുന്നു, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമുക്കൊരു സമാധാനമായിട്ട് ഇവിടുന്ന് ഒരു വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അമ്പലം ഒരു രഥം 7 കുതിരകൾ ചേർന്ന് വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണല്ലോ. ഈ ഫ്രണ്ടിലാണ് സംഭവം അത് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ എന്താ അറിയില്ല, കാലങ്ങളായതുകൊണ്ട് അത് നശിച്ചു പോയിട്ടുണ്ട്. അത്ര ക്ലിയർ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഓരോന്നിനും കാണാൻ പറ്റില്ല. എങ്കിലും അതിൻ്റെ ഒരു അവശിഷ്ടങ്ങളൊക്കെ 2 സൈഡിലും നമുക്ക് കാണാം.
ആ ഒരു സ്റ്റൈലും ഈ ഒരു വ്യൂ തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇത് പറയുന്നത് ഒരുപാട് ഒരു ഏരിയയിലൊന്നുമല്ല, പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഹ്യൂജ് ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെയാണ്. ഇതിൻ്റെ ടോപ്പിലും എല്ലാ സ്ഥലത്തും ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള വർക്കുകൾ എടുത്തിട്ടുണ്ട്. അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വർക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് കാണും. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു വീഡിയോയിൽ കാണുമ്പം ഇതിൻ്റെ ആ ഒരു ഭംഗി എത്രത്തോളം ജസ്റ്റിഫൈഡ് ആണെന്ന്. നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ കാണണം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു സ്തൂപം അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ നമ്മുടെ നാച്ചുറൽ കലാമിറ്റി എന്തുകൊണ്ടോ അറിയില്ല നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മുകളെന്തോ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട് ശരിയാക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ദിനം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇത്രത്തോളം ഞങ്ങൾ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത്. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്രൗഡ് അല്ലാത്തൊരു ടൈമിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൂപ്പറായിരിക്കും. ഭയങ്കര കാമായിട്ട് നമുക്ക് ഓരോന്നും എൻജോയ് ചെയ്തിട്ട് അടിപൊളിയായി പോകാൻ പറ്റും. പിന്നെ ഞങ്ങളിവിടെ 2-3 ദിവസം തന്നെ ഉണ്ട്. സോ ഞങ്ങൾ നാളെ ഒന്ന് വൈകിട്ടൊക്കെ ഒന്ന് വന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങോട്ട് വരികയാണെങ്കിൽ പറ്റുവാണെങ്കിൽ ഈ തിരക്കുള്ള ദിവസങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വന്നാൽ നിങ്ങൾക്ക് ആ ഒരു പൂർണ്ണതയിൽ ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ കുറച്ചുകൂടി അടുത്ത് വന്നിട്ടുള്ള വ്യൂ. ഇതിനപ്പുറത്തേക്കുള്ള നമുക്ക് കയറാൻ പറ്റില്ല, കാരണം വർക്കും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് എല്ലാം പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. മാക്സിമം നമുക്ക് ഇപ്പോൾ ഇത്രത്തോളം വരാൻ പറ്റൂ. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഏതാണ്ടൊരു ഹൈറ്റ് നമുക്ക് മനസ്സിലാവുന്നത്. അത്രത്തോളം ഉയരമുണ്ട്. നമ്മൾ എന്താ പറയുക ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വലുപ്പമുണ്ട്. ദൂരം നോക്കുമ്പോൾ നമുക്ക് ഇത്രത്തോളം ഉയരത്തിന് ഫീൽ ആവില്ല. പക്ഷെ കുറച്ചുകൂടെ അടുത്തോട്ട് വരുമ്പോൾ ഭയങ്കര വലുപ്പം നമുക്കിതിന് ഫീൽ ആവുന്നുണ്ട്. ഭയങ്കര വലിയൊരു ജൈജാൻറ്റിക് സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു അമ്പലത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഏറ്റവും കൂടുതൽ കാണുന്ന രൂപങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ രൂപങ്ങളും ദൈവങ്ങളുടെ രൂപങ്ങൾക്കും അപ്പുറം മൃഗങ്ങളിൽ ആന, സിംഹം, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക കുതിര, ഇതാണ് കൂടുതലായിട്ടും ചുറ്റുമായിട്ട് ഇവർ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ കയറാൻ ശ്രമിച്ചു, നടക്കുന്നില്ല. കാരണം ഇവിടെയും ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ തൽക്കാലം ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ പോവുകയാണ്. ഇപ്പം ഇത്രത്തോളമാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് സ്റ്റൈലൊക്കെ പറയാനുള്ളത്. എന്താണ് പൈസ നമ്മളത് ഏറ്റെടുത്തേക്കവന് കുറെ നേരമായി പരിപാടി തുടങ്ങിയിട്ട് ഇവരെന്നെ ചതിച്ചിട്ട് ഇവരിങ്ങ് മാത്രം കറങ്ങാൻ പോയി. ഞങ്ങൾ ഇതൊരു ഗോപ്രോ നിന്ന് കറങ്ങിക്കോളാൻ അല്ല, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ വൈബ് അന്വേഷിച്ച് നടന്നു. ഞങ്ങളൊക്കെ കുറെ കണ്ടിങ്ങനെ ശ്രമിച്ചു. നമ്മൾ വേറെ വൈബ് കിട്ടി. നമ്മള് നീലാകാശത്തിൽ ആ പാട്ടുണ്ടല്ലോ, ഇവരും വന്ന് ചിത്രം വരയ്ക്കുന്നത് ഇതിന്റെ മേലെ. പക്ഷെ എൻട്രി ഇല്ലാതെ ഞങ്ങൾ കുറെ ആഗ്രഹിച്ചു. ഇവര് ലൊക്കേഷൻ കണ്ടുപോലെ സുനിയും കാസിയും ഒറീസയിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇത് തെരഞ്ഞിട്ടാണ് ഇവര് മൊത്തം നടക്കണേ. ഇവർക്ക് വേറെ ഒന്നും കാണണ്ടല്ല. നീലാകാശത്തുള്ള ഷോട്ടുകളൊക്കെ എവിടെയാ തരണം, കണ്ടുപിടിച്ചു ഏതാണ്ടൊക്കെ കണ്ടെത്തി. ഓക്കെ, അപ്പം വീഡിയോ എൻഡ് ചെയ്യാൻ വേണ്ടി പോണേ. ഷാമിൽ പറഞ്ഞേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തൊക്കെ ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാം ശരിയായിരിക്കും. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ കൊണാർക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒറീസയിൽ വന്നാൽ കൊണാർക്കിൽ വരാതെ പോരുത്. ബീച്ചിലും 2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യണം കേട്ടോ. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയും ടൈമില്ലെങ്കിൽ നേരെ കൊണാർക്കിലോട്ട് നിൽക്കുന്നെങ്കിൽ വീഡിയോ എൻ്റെ മെയിനായിട്ടില്ല. ഞങ്ങൾ നിൽക്കുന്ന സ്റ്റേ ചെയ്യുന്ന സ്ഥലം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെയാണ് ഞങ്ങൾ നിന്നത് കഴിഞ്ഞ 3 ദിവസമായിട്ട്. ഇന്നിപ്പോൾ പകലാണ്, നിലയ്ക്ക് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഈ ആംബിയൻസിൽ ഇങ്ങനെ അടിപൊളി സ്റ്റേ അടിച്ച് ഞങ്ങൾ. അപ്പം ഇത് വരുന്നത് ഒഡീഷയിൽ പൂരിയിൽ നിന്ന് ഒരു 32 കിലോമീറ്റർ അപ്പുറം കൊണാർക്കിൻ്റെ അടുത്ത്. കൊണാർക്ക് ഇവിടുന്ന് കറക്റ്റ് 100 മീറ്ററേ ഉള്ളൂ. സൺ ടെമ്പിളിൻ്റെ അടുത്താണ്. അപ്പം ഇവിടെ വരിക, ഇനി ആരെങ്കിലും സ്റ്റേ അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നോളി. ഞങ്ങൾക്ക് 300 രൂപക്ക് വിത്ത് ഫുഡ് 3 ദിവസത്തേക്ക് അവർ സ്റ്റേ ഒപ്പിച്ചു തന്നു. അപ്പം